സുധാകരൻ തിങ്കളാഴ്ച ദില്ലിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായി. രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് വിളിച്ചെന്ന റിപ്പോർട്ടുകൾ തള്ളി. തീരുമാനിക്കാത്ത ചർച്ചയ്ക്കായി ദില്ലിക്ക് പോകേണ്ടതില്ലെന്നാണ് സുധാകരന്റെ നിലപാട്. അതേസമയം സുധാകരനെ അനുകൂലിച്ച് പത്തനംതിട്ടയിലും എറണാകുളത്തും പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അണികളെയും അനുയായികളെയും നേതാക്കളെയും ഉപയോഗിച്ച് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് കെ സുധാകരന്റെ നീക്കം. ഋഷിപാലും അർജുൻ കല്യാടും ചേരുന്നു. ആദ്യം റോഷിയിലേക്ക്. റോഷി, സുധാകരൻ ഘടിപ്പിക്കുക തന്നെയാണ്, തെല്ലും പിന്നോട്ടില്ല, കണ്ണൂരിൽ മത്സരിച്ചേ പറ്റൂ എന്ന മട്ടിൽ തന്നെയാണ് സുധാകരന്റെ പോക്ക്. അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ഹൈക്കമാൻഡിൽ നിന്നില്ല. നേരത്തെ വന്ന വാർത്ത രാഹുൽ ഗാന്ധി കെ സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ചു എന്നാണ്. പക്ഷേ ആ വാർത്തയും തെറ്റാണ്. കെ സുധാകരനെ ആരും ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുമില്ല. കെ സുധാകരൻ ദില്ലിയിലേക്ക് പോകുന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും കെ സുധാകരൻ വിശ്വസിക്കുന്നത് കണ്ണൂർ സീറ്റ് കെ സുധാകരന് കിട്ടുമെന്ന് തന്നെയാണോ റോഷി? അരുൺകുമാർ, കെ സുധാകരൻ ആത്മവിശ്വാസത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. താൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം പലതവണ നേതൃത്വത്തെ അറിയിച്ചതാണ്. തന്റെ താല്പര്യത്തെ എതിർക്കില്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും കെ സുധാകരനുള്ളത്. എല്ലാ കാലത്തും പ്രവർത്തകരാണ് കെ സുധാകരനെ നിയന്ത്രിക്കുന്നത്. ഏതെങ്കിലും നേതാക്കൾക്ക് കെ സുധാകരനെ നിയന്ത്രിക്കാൻ കഴിയില്ല. കെ സുധാകരൻ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പമാണ് എല്ലാ കാലത്തും നിൽക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് സുധാകരനുമായി ഏറെ അടുപ്പമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിപ്പിച്ചത്, അവരുടെയൊക്കെ അഭിപ്രായം പരിഗണിക്കാൻ വേണ്ടി. എല്ലാവരും അഭിപ്രായപ്പെടുന്നത് സുധാകരൻ മത്സരിക്കണം എന്ന് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടാകണം. സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട വകുപ്പ് ചുമതലയുള്ള ഒരു മന്ത്രിയായി കെ സുധാകരൻ മാറണമെന്നാണ് സുധാകരനൊപ്പമുള്ളവർ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നത്. കെ സുധാകരൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അനുമതി നൽകിയാൽ മറ്റ് എംപിമാർ കൂടി മത്സരിക്കാനുള്ള സന്നദ്ധതയുമായി അവരും കളത്തിലിറങ്ങുമെന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. ഏതായാലും കെ സുധാകരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. മത്സരിക്കാൻ തയ്യാറെടുത്ത് അതിനുള്ള പ്രാഥമിക ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊപ്പം അർജുൻ കല്യാട് കൂടിയുണ്ട് കണ്ണൂരിൽ നിന്ന്. അർജുൻ കല്യാട്, കെ സുധാകരൻ ദില്ലിയിലേക്കില്ല, കണ്ണൂരിൽ തന്നെ തുടരുകയല്ലേ? നാളെ ദില്ലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊന്നും ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി വിളിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമല്ലേ അർജുൻ കല്യാട്? ഡോക്ടർ, നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അതായത് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ സുധാകരൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായും കടുത്ത നിലപാടിൽ തുടരുന്ന കെ സുധാകരൻ ഒരുപക്ഷെ ഡൽഹിയിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് വിളിച്ച് തന്നോടൊരു കൂടിക്കാഴ്ചക്ക് തയ്യാറാണ്, തന്നെ സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കുകയാണ്. പിന്നെ എന്തിനാണ് താൻ പോകുന്നത് എന്നുള്ള നിലപാടാണ് സുധാകരനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഫോർമുല വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുനയത്തിനുള്ള ശ്രമത്തിനോ സുധാകരൻ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയും വ്യക്തമാകുന്നത്. അദ്ദേഹം കണ്ണൂരിലെ വീട്ടിൽ തന്നെ തുടരുന്നുണ്ട്. നാളെ അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടി കൂടി അല്ലെങ്കിൽ ഒരു പരിപാടി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും സുധാകരൻ ആ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. സുധാകരൻ ഇന്നലെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് പുറമെ മറ്റൊരു പ്രതികരണവും ഇപ്പോൾ റിപ്പോർട്ടിനോട് നൽകിയിട്ടുള്ള പ്രതികരണം അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതും വളരെ പ്രധാനമായി തന്നെ കാണേണ്ടതാണ്. കാരണം ഇത്രയും വലിയ വാർത്തകൾ സുധാകരനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർ സുധാകരന്റെ പ്രതികരണത്തിന് വേണ്ടി സുധാകരന്റെ നടാലിലെ ലാൽ വിഹാർ എന്ന് പറയുന്ന വീട്ടിൽ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം സുധാകരൻ ഉള്ളിലിരുന്ന് അറിഞ്ഞിട്ട് കൂടി പുറത്തു വന്ന് ഈ വാർത്തകളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ ഈ വാർത്തകളിൽ ഇന്ന പെശകുകളുണ്ട് എന്ന് തനിക്ക് അമർഷമോ അസംതൃപ്തിയോ ഇല്ല എന്നുള്ള കാര്യം സുധാകരൻ പറയുന്നില്ല. മറ്റു നേതാക്കളൊക്കെ പറയുകയാണ് ഈ വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ സുധാകരൻ അങ്ങനെ ഒരു അസംതൃപ്തിയോ അമർഷമോ ഇങ്ങനെ ഒരു പ്രശ്നമോ ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സുധാകരൻ ആ കാര്യം ഒന്നും തന്നെ പറയുന്നില്ല. സുധാകരൻ പറയുന്നത് കണ്ണൂർ തനിക്ക് ഹൃദയബന്ധമുള്ള മണ്ണാണ്, അതുകൊണ്ട് കണ്ണൂരിൽ താൻ മത്സരിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യനാണ് എന്ന് പറയാതെ പറയുന്നു. അണികളെ കൊണ്ട് അനുയായികളെ കൊണ്ട് അതൊക്കെ തന്നെ പരസ്യമായി പറയിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നും സുധാകരന്റെ വീട് ഒരു വാർത്താ കേന്ദ്രമായി മാറുക തന്നെ ചെയ്യും. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.